സംസ്ഥാനത്തുടനീളം ലഹരിവിരുദ്ധ ബോധവൽക്കരണവും പരിശോധനകളും ശക്തമായി തുടരുന്നതിനിടെ വടക്കൻ കേരളത്തിൽ വൻ ചർച്ചയായി മാറിയ പേരാമ്പ്ര MDMA കേസിൽ അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ച് പോലീസ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ കരിനിഴൽ വീഴ്ത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ BRC അധ്യാപികമാരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നത്. കൂരാച്ചുണ്ട് സ്വദേശിനിയായ കാവ്യ, മരുതോങ്കര സ്വദേശിനിയായ കീർത്തന എന്നിവരാണ് കേസിൽ പിടിയിലായ അധ്യാപികമാർ. പൊതുസമൂഹത്തിലും വിദ്യാഭ്യാസ രംഗത്തും സജീവമായിരുന്ന ഇരുവരുടെയും ലഹരി ബന്ധം പുറത്തു വന്നത് വൻ ഞെട്ടലോടെയാണ് അധികൃതരും നാട്ടുകാരും ഉൾക്കൊണ്ടത്. അറസ്റ്റിലായ അധ്യാപികമാർ കേവലം ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമായിരുന്നോ അതോ സംസ്ഥാനത്തെ വലിയ ലഹരി ശൃംഖലയിലെ തന്നെ വിതരണ കണ്ണികളായി പ്രവർത്തിച്ചിരുന്നോ എന്ന കാര്യത്തിലാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. ഇതിനായി ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ടുകളും ബാങ്കിംഗ് ഇതര സാമ്പത്തിക ഇടപാടുകളും സമഗ്രമായി പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇവരുടെ അക്കൗണ്ടുകൾ വഴി നടന്നിട്ടുള്ള പണമിടപാടുകളുടെ സ്രോതസ് കണ്ടെത്തുകയാണ് പോലീസിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇരുവരുടെയും സാധാരണ വരുമാനവുമായി പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള വൻ തുകകളുടെ കൈമാറ്റം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഓൺലൈൻ പണമിടപാട് ആപ്പുകൾ, UPI സംവിധാനങ്ങൾ, QR കോഡ് സ്കാനിംഗ് വഴിയുള്ള ഇടപാടുകൾ എന്നിവയ്ക്കാണ് ഡിജിറ്റൽ തെളിവ് ശേഖരണത്തിൽ പോലീസ് പ്രധാന ഊന്നൽ നൽകുന്നത്. ലഹരി ആവശ്യക്കാരും പ്രതികളും തമ്മിൽ നേരിട്ടുള്ള പണമിടപാടുകൾ ഒഴിവാക്കാൻ ഡിജിറ്റൽ മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ലഹരി വിതരണത്തിനായി തികച്ചും ഹൈടെക് രീതികളാണ് പ്രതികൾ സ്വീകരിച്ചിരുന്നതെന്ന സംശയവും പോലീസിനുണ്ട്. ഗൂഗിൾ പേ വഴിയോ മറ്റ് UPI സംവിധാനങ്ങൾ വഴിയോ പണം അക്കൗണ്ടിലേക്ക് എത്തിയ ശേഷമാണ് ലഹരി കൈമാറേണ്ട സ്ഥലം ഉപഭോക്താവിന് അറിയിച്ചു നൽകിയിരുന്നത്. പണം സ്വീകരിച്ച ശേഷം നിർദ്ദിഷ്ട സ്ഥലത്ത് ലഹരി വസ്തുക്കൾ വെക്കുകയും അതിനുശേഷം ഗൂഗിൾ മാപ്പ് ലൊക്കേഷനോ ലാൻഡ്മാർക്കോ ഉപഭോക്താവിന് അയച്ചു നൽകുന്ന രീതിയുമാണ് ഇവർ പിന്തുടർന്നത് എന്ന സംശയത്തിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ഇത്തരം രീതികളിലൂടെ വിതരണക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള നേരിട്ടുള്ള സമ്പർക്കം പൂർണ്ണമായി കുറയ്ക്കാനായിരുന്നു ഇവരുടെ ശ്രമമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. നേരിട്ടുള്ള കണ്ടുമുട്ടലുകൾ ഒഴിവാക്കുന്നത് വഴി പോലീസിന്റെയോ മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളുടെയോ കണ്ണിൽപ്പെടാതെ ദീർഘകാലം ലഹരി വ്യാപാരം തുടരാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പ്രതികൾ ഇത്തരം രീതികൾ അവലംബിച്ചതെന്നാണ് സംശയിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ നിഗമനത്തിലെത്താൻ അന്വേഷണം കൂടുതൽ പുരോഗമിക്കേണ്ടതുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം തെളിയിക്കുന്നതിനായി പ്രതികളുടെ മൊബൈൽ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരുടെയും മൊബൈൽ ഫോൺ രേഖകൾ, കോൾ ഡീറ്റെയിൽസ്, റെക്കോർഡുകൾ, സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ എന്നിവ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികൾ ഫോണിലൂടെയും മറ്റ് എൻക്രിപ്റ്റഡ് ആപ്പുകളിലൂടെയും ആരുമായൊക്കെ ആശയവിനിമയം നടത്തിയിരുന്നു എന്നത് സംബന്ധിച്ച് പോലീസിന് നിർണായക സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം. ലഹരി ആവശ്യപ്പെട്ടിരുന്ന പ്രാദേശിക ഉപഭോക്താക്കൾ മുതൽ ഇവരെ ശൃംഖലയിലേക്ക് എത്തിച്ച ഇടനിലക്കാർ വരെ ഫോൺ രേഖകളിലൂടെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തു നിന്നാണോ അതോ മറ്റ് ജില്ലകളിൽ നിന്നാണോ ഇവർക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ച് നൽകിയിരുന്നത് എന്ന ഉറവിടം കണ്ടെത്തുകയാണ് അന്വേഷണത്തിന്റെ അടുത്ത പ്രധാന ഘട്ടം. വലിയ അളവിൽ MDMA പോലെയുള്ള മാരക ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യണമെങ്കിൽ ഇതിനു പിന്നിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള വൻകിട റാക്കറ്റുകൾ ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ തന്നെ ഇത്തരം ഒരു ഗൗരവകരമായ കുറ്റകൃത്യത്തിൽ പങ്കാളികളായി എന്നത് പൊതുസമൂഹത്തിൽ വലിയ ആഘാതവും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് മാർഗദർശകരാകേണ്ടവർ ലഹരി ശൃംഖലയുടെ ഭാഗമായി മാറുന്നത് വിദ്യാലയ അന്തരീക്ഷത്തെ പോലും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും രക്ഷിതാക്കളും പൊതുജനങ്ങളും പങ്കുവെക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ലഹരി ഇടപാടിൽ നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന അധ്യാപികമാരുടെ അടുത്ത സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, കൂടാതെ സാമ്പത്തിക ഇടപാടുകളിൽ പേരുയർന്നു വന്നവർ എന്നിവരെയെല്ലാം പോലീസ് ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. കേസ് നിലവിൽ കോടതിയുടെ പരിഗണനയിലായതിനാൽ പത്രസമ്മേളനങ്ങളിലും പ്രസ്താവനകളിലും ജാഗ്രത പുലർത്താനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ചോദ്യം ചെയ്യലിൽ നിന്നും ഡിജിറ്റൽ തെളിവുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ കോർത്തിണക്കി ശക്തമായൊരു കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം കുറ്റം കോടതിയിൽ തെളിയിക്കപ്പെടുന്നതുവരെ പ്രതികളെന്ന് പറയുന്നവർ നിയമപരമായി കുറ്റാരോപിതർ മാത്രമാണെന്ന കാര്യവും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കേസിന്റെ അന്തിമ വിധി വരിക എന്നതിനാൽ കൃത്യമായ രീതിയിലാണ് ശാസ്ത്രീയ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നത്. ലഹരി വ്യാപനത്തിനെതിരെ സംസ്ഥാനത്തുടനീളം കർശനമായ നടപടികൾ തുടരുമെന്ന് പോലീസും എക്സൈസ് വിഭാഗവും വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാലയങ്ങളും കോളേജുകളും കേന്ദ്രീകരിച്ചുള്ള ലഹരി വിതരണം തടയാൻ വരും ദിവസങ്ങളിൽ കൂടുതൽ ഡ്രൈവുകളും രാത്രികാല പരിശോധനകളും സംഘടിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പേരാമ്പ്ര കേസിൽ അന്വേഷണം കൂടുതൽ പുരോഗമിക്കുന്നതോടെ കൂടുതൽ നിർണായകമായ അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്നും ലഹരി മാഫിയയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമോ എന്നുള്ള ആകാംക്ഷയിലുമാണ് പ്രദേശവാസികൾ. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ലഹരി ശൃംഖലയുടെ വേരറക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം.